സ്വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ. മനപ്പാടം പഠിച്ചതൊക്കെ ഓർക്കയായിരിക്കുവേ. മനപ്പാടം പഠിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് പരമാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ സിദ്ധിപാഠങ്ങളൊക്കെ മനനം ചെയ്ത ആത്മതപോവന സീമന്ത രേഖയിൽ ഉത്ഭുത ബിന്ദുവായി അലിഞ്ഞു ചേരുന്ന ഒരു സ്വാമി. പൗർണമാസ്യാം പരിണയോ മുക്തിചൂടാംശം മധ്യമാം. പൗർണമി മധ്യമമായതുകൊണ്ട് പരിണയത്തിന് ദോഷമൊന്നുമില്ലല്ലോ. മേടം, ഇടവം, ചിങ്ങം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്നീ സർവപാദങ്ങളും വർജ്യം. മറ്റൊരു മുഹൂർത്തം അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. പുരുഷ ജാതകത്തിന്റെ ജന്മാഷ്ടമ രാശി ദോഷമാണല്ലോ കാണിക്കുന്നത്. ആർക്കാണാവോ ദോഷം? തറവാടിനും ബന്ധുമിത്രാദികൾ സർവർക്കും, പ്രത്യേകിച്ച് മുത്തശ്ശന്. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പരികർമ്മി സ്വാമി തീർത്ഥജലം തരൂ. ഹരിഹോം ശിവഹോം. അമ്മേ ഹരിഹോം ശിവ. ഓം മമ്മദസ്സ മമ്മദസ്സ നന്നേയുണ്ടാങ്കോര മമ്മദസ്സ എവിടേക്കുന്നാലേ പോ മമ്മദസ്സ മമ്മദസ്സ. ഇതെന്ത് ഭാഷയാ? സംസ്കൃതമല്ല. ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരുകർമ്മ കൃമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. മനസ്സ് സിദ്ധ ഗുരുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഈ ഭാഷയിലാണ് സംസാരിക്കാറ്. കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓ അതെ. ഗുരുദേവ് നമ. നമോ നമ. ഈ ജാതകമുള്ള പുരുഷനെ എത്രയും വേഗം ഈ തറവാടിൽ നിന്ന് അടിച്ചോടിക്കുക അല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ലെന്നാ ഇദ്ദേഹം അരുളിയത്. അത്രയും തൽക്കാലം വേണ്ട. പരികർമ്മി അർത്ഥം വ്യാഖ്യാനിച്ചത് അല്പം കടന്നുപോയി. ക്ഷമിക്കണം. ഭാഷാർത്ഥം പ്രയോഗിക്കാൻ സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തില് അങ്ങനെ അത്രയ്ക്ക് ആവേശം വേണ്ട. പെട്ടെന്നുള്ള പുറത്താക്കൽ കൊണ്ട് ജാതകകാരൻ ചിലപ്പോ വയലന്റ് ആകും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മയത്തിൽ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലെങ്കിൽ ആ കാർഗോടകന്റെ സ്വഭാവത്തിന് ചാടിക്കേറി വല്ല അതിക്രമം കാണിച്ച സർവ കള്ളങ്ങളും പൊളിയും. കള്ളങ്ങളോ? സർവ ബന്ധങ്ങളും. അത് ശരിയാ. എന്തായാലും തൽക്കാലം അവനിവിടെ നിന്നോട്ടെ. സാവധാനം ഒഴിവാക്കാം. അല്ലേ സ്വാമി? അതെ, തന്ത്രത്തിൽ അയാളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദേവി ശരണം ശരണം. ആതിരയ്ക്ക് ജാതക പൊരുത്തം ഒത്ത ഒരാൾ എത്തുമ്പോ നാം പറയാം. ഓ, എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്നാ ഞങ്ങള് സർവമംഗളങ്ങളും ഭാവിക്കട്ടെ. മാമ്പള്ളി വരുന്നില്ലേ? ഓ ദാ എത്തി സ്വാമി. എടോ, ഇയാൾ ഇത് ഏത് ഭാഷയാ പറഞ്ഞേ? അത് പഴയൊരു തമിഴ് പാട്ടിന്റെ വരികൾ തിരിച്ചിട്ടതാ. മമ്മദസ മമ്മദസ സമ്മതമാ. ഓ സമ്മതമാ സമ്മതമാ നിർത്തണ. കളി ഓവറാവരുത്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് അവൻ ഡാൻസും കൂത്തും. ഞാനിത് എങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കുടച്ചക്രൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. നീലടാ അടിച്ചു മാറ്റിയത്. ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസ്തുവിനെ കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസ്തു, ഇത്രയും വസ്തു. ഓ ഭഗവാനെ, ഇനിയിപ്പ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടാവുന്ന തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. അതൊക്കെ പറയാം. ഒരൊറ്റ കൈ ഏറ്റാലമാര് കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. പ്രാതരശുനോ സ്വാഹ. ഓവറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടില് മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത?
അയ്യോ ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം പരമാനന്ദ ഗുരുവാ സ്വാഹ, സർവ്വധർമ്മാണ സ്വാഹ, സ്വാഹ, സ്വാഹ. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്ക് ഇട്ടോളൂ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ രക്ഷിക്കണം സ്വാമി, അയ്യോ സ്വാമി, സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര മിനിങ്ങിപ്പോയി സ്വാമി. ആകെ ഇട്ടുപൂര ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂർ പറഞ്ഞിട്ടാ നിലവറയത് ഞാൻ ആഭരണപ്പെട്ടി മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ബാല, ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇപ്പോഴേ പറഞ്ഞില്ലേ ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാന്. എന്താ? അല്ല, ഹണിമൂൺ. പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്, മനസ്സിലായോ? നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല ഈരേഴ് 14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. ആഹാ. എന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ്. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കാം. നീ അങ്ങോട്ട് തള്ളുന്നു. ഒരാൾ പോയി ബാക്കിൽ നിന്ന് ഒരു കുത്തു കൊടുക്ക്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവാ, ഈ പറമ്പിൽ അസലമാവുന്നു മുറിച്ചോളൂ. എന്തിനാ? എന്നെ ദഹിപ്പിക്കാൻ. നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെന്റെ ശവദാനം നടത്തും. ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ? എന്താ എന്ത് പറ്റി? അത് ഞങ്ങള് തല്ല്. ഞങ്ങൾ ഇവിടെ ഓണത്തല്ല് നടത്തിയതാ. അതെ, ഓണത്തല്ല്. അയ്യോ, എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടായിരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും. കൊള്ളാൻ വരണേ. അതെ. എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങി. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിയിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പിടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയിലിക്കാരനല്ലേ? പോയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ. ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്കാം, എല്ലാവരുടെ മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിക്കാം. വേണ്ടതിന് പറയരുത്. ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയല്ലേ വസു. ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ. ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ അച്ഛമ്മേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം പൊയ്ക്കോളൂ, കുട്ടി കൊണ്ടു തരും. പൊയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തിപ്പൂ പ്രേമ. വരുന്നു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെങ്ങും പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ്, എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാളുടെ മുഖത്തെന്തേ കരിവാളിച്ച് കിടക്കുന്നത്? കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ, പോയില്ലും തന്നെ. ഓ, ശിവ ശിവ. മകളി, പ്രിയ,
ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്കിപ്പോ അറിയണം എന്താണ് ഈ പൂല്യം. പറയടാ. അതെ, രാജയോഗത്തിന് പകരമുള്ള ഒരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ? സ്വാമി സ്വാമി സ്വാമി. ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. എന്നാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ടുപോയി തലേ ചൂട്. ചെമ്പരത്യാത്മനം ഭജഗോവിന്ദം ഹേവം. എന്തേ സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രയ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ?